ജെനി എന്റെ ക്യാബിനിലോട്ട് വാ. എന്തിനാണ് കാണുന്നത് പറഞ്ഞത്? എന്നെ ജേക്കെ വിളിച്ചായിരുന്നു, അവൻ പാരീസിലേക്ക് പോവാ പറഞ്ഞിട്ട്. അയ്യോ, പാരീസിക്കോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അപ്പൊ അവന് മൈൻഡ് ഡിസ്റ്റർബ് ആയിട്ട് പോവാണെന്ന് അവൻ പറഞ്ഞേ. അപ്പൊ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതവന് മെമ്മറി വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ടാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞു. ആ, നല്ല സംഭവിക്കും നമുക്ക് വിചാരിക്കാം. വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ടെന്നും പറഞ്ഞു ഡോക്ടർ. ഫൈനലി ഇവിടെ എത്തി. ഐ ആം സോ ടയേർഡ്. ഇനി ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങാം. ഞാൻ ഇവിടെ എത്തിയ കാര്യം ബേബി ഗേളിനൊന്ന് വിളിച്ച് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവിടെ എന്നെ കടിച്ചു കീറാൻ വരും. ചേട്ടനോട് പറയാം, അത് നല്ലത്. എനിക്ക് വിളിക്കാൻ ഫോൺ എടുത്തതും ഡയറക്റ്റ് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. വാട്ട് സ്നേഹം. ഇച്ചായാ, ഞാനിപ്പോ അവിടെ കേറിയിട്ടുള്ളൂ വീട്ടിക്ക്. ഓ, ഇച്ചായന്റെ മോനെ അവിടെ കേറിയിട്ടുള്ളൂ. ആ ഇച്ചായാ, ഞാനിപ്പോ അവിടെ കേറിയിട്ടുള്ളൂ. നീ ഒന്ന് ഫ്രഷ് ആയി ഇതിൽ കഴിച്ചൊരൊറ്റ കിടത്തും. എന്നാ നടക്കട്ടെ നിന്റെ പരിപാടികൾ. ഞാൻ നീ സേഫായി അവിടെ എത്തിയില്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ ഇച്ചായ, ബൈ, ഗുഡ് നൈറ്റ്. ഓ, എന്ത് ഭംഗിയാ പാരീസിലെ മോർണിംഗ് കാണാൻ. ഇറ്റ്സ് സോ സ്റ്റണിങ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാം, എന്നിട്ട് വേണം ആ ലൈബ്രറി പോവാൻ. എന്ത് ഭംഗി, സ്ഥലങ്ങളൊക്കെ ഭയങ്കര കണ്ട് പരിചയമുള്ള പോലൊരു ഫീല്. എന്താ അങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവിടുന്ന് കുറച്ചുള്ള ലൈബ്രറിക്ക് നടക്കാൻ. ആ ലൈബ്രറി ഒരു കോളേജിന്റെ ഉള്ളിലാണെന്ന് ഗൂഗിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നടന്നോക്കാം. അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ ഒരു വാക്കിനു മകളെ നീ എങ്കിലും അരികിൽ ഞാനെന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ അഴകേവാ. ജെനി, ഇത്രയും ദിവസം നീ എല്ലാം അറിഞ്ഞിട്ടും നിന്റെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി എന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കായിരുന്നില്ലേ? ഐ എം സോറി ജെനി, ഐ എം റിയലി സോറി. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചതിന് ഐ എം റിയലി സോറി ജെനി. എന്നാലും നീ എങ്ങനെ ഇതൊക്കെ സഹിച്ചേ? നിന്നെ എനിക്ക് കിട്ടിയതിന്റെ ഭാഗ്യം. ഈ ഭൂമിയിൽ എന്തിനെക്കാട്ടിലും നീ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് നാട്ടിൽ പോകണം. എനിക്ക് എന്റെ ജെനിനെ കാണണം. ജെനി ജേക്കെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും അവനെ എയർപോർട്ടിൽ നൈറ്റ് പോയിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീ എന്തായാലും അവനെ പോയി കൊണ്ടുവരണം. ഓക്കെ? അല്ലെങ്കിലും ഞാൻ പോവാന്നാ വിചാരിച്ചത്. കാരണം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്. എന്നാ ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. എന്നാ ശരി. എടാ, നിങ്ങളൊക്കെ എവിടെ നിൽക്കണേ? ഞങ്ങളിവിടെ എക്സിറ്റിന്റെ അവിടെ തന്നെ ഉണ്ട്. നീ ഇങ്ങോട്ട് വാ. ഓക്കേടാ, ഞാൻ എന്താ വരുന്നു. ജയിക്കേ, എത്ര കാലായിടാ നിനക്ക് കണ്ടിട്ട്. ഞങ്ങളല്ലേടാ ആ ഡയലോഗ് പറയണ്ടേ? എല്ലാം അറിഞ്ഞിട്ടും നിന്നെ കാണാൻ വരാൻ പറ്റാതെ. വി ആർ റിയലി മിസ്ഡ് യു ജെക്കെ. എടാ, അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ? അങ്ങനെ ഒരു വിധി ഉണ്ടായി എനിക്ക്. ഇപ്പൊ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. വിധിയോ? എന്ത് വിധിനെ കുറിച്ചാണ് നീ പറയുന്നത്? നിനക്കൊന്ന് ഓർമ്മ വന്നിട്ട് വേണം അതിനെ കുറിച്ച് സംസാരിക്കാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ. എന്താടാ പറയണേ? ക്ലിയർ ആയിട്ട് പറ, എനിക്ക് മനസ്സിലാവില്ല. ജെക്കെ, ഇതൊരു നോർമൽ ആക്സിഡന്റ് അല്ല, ഇത് പ്ലാൻഡ് ആക്സിഡന്റ് ആണ്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചവരൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്ന ആരോ മനഃപൂർവ്വം? അതെ ജെക്കെ, ആരോ മനഃപൂർവ്വം നിങ്ങളെ കൊല്ലാൻ നോക്കിയതാണ്. ജെക്കെ, ഞങ്ങൾ പറയുമ്പോ നീ ആദ്യം അതാരാന്ന് കണ്ടുപിടിക്ക്.
അതിനുശേഷം മതി ജെന്നിയോട് സത്യം തുറന്നു പറയില്ല നിനക്ക് ഓർമ്മ വന്നത്. ഓക്കേടാ, അങ്ങനെ തന്നെ ചെയ്യാം. ഞാനും അതന്നെ വിചാരിക്കുന്നത്. ഇന്നാ നിങ്ങൾ ചെല്ല്. ജെനി നിങ്ങളവിടെ കണ്ടു കഴിഞ്ഞാൽ പ്ലാൻ എല്ലാം പൊളിയും. ഓക്കെ ചേക്കെ, ബായ്, ഞങ്ങൾ പോവാണ്. ഓ ജയിക്കിപ്പോ ഇതെവിടെ? ആ അതേ ഇരിക്കണു. സോറി JK, അരമണിക്കൂർ ഒന്ന് ലേറ്റായി, സോറി. 1/2 മണിക്കൂറോ? 1.5 മണിക്കൂർ? നിനക്ക് എന്തിനാ ശമ്പളം തന്നു നിർത്തുന്നത്? എനിക്ക് പോലും അറിയില്ല. സമയത്തിന് വരാനറിയില്ല, ഒന്ന് ചെയ്യാനറിയില്ല. കർത്താവ്, എനിക്ക് വയ്യ. ഏത് നേരത്താണാവോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഈ കാലം വളർന്നാച്ച ഒരു മാറ്റമില്ല. എന്താ നീ ആലോചിക്കണ? ഒന്നുമില്ല, നമുക്ക് പോവല്ലേന്ന് ആലോചിച്ചതാ. വാ പോവാ. ബേബി ഗാണ് ദേഷ്യം വരുമ്പോ എന്താ തക്കാളിപ്പഴം പോലെ ഉണ്ട്, കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. എന്തായാലും ആൾക്കാരെ കണ്ടുപിടിക്കുന്നവരെ നമുക്ക് ഇങ്ങനെ കിരിമ്പാൻ പോവാ നല്ലത്. JK നാളെ ഓഫീസിലേക്ക് വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്. എന്തേ? വരുന്നുണ്ട് വെച്ചാല് പുതിയ സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആർക്കപ്പോ പുതിയ സെക്രട്ടറിനൊക്കെ അപ്പോയിന്റ് ചെയ്യണം? JKക്ക് തന്നെ ഡയറക്ട് സാറാ പറഞ്ഞ പുതിയ സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യണം. ഞാനല്ലേ നിന്നെ അപ്പോയിന്റ് ചെയ്തേ, എനിക്ക് നിന്നെ തന്നെ മതി. അപ്പൊ JK ഒന്നും അറിഞ്ഞില്ലേ? എന്നെ ഡയറക്ട് സാറിന്റെ സെക്രട്ടറി ആയിട്ട് മാറ്റിയിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മര്യാദക്ക് നോക്കി വണ്ടി ഓടിക്ക്. വെൽക്കം ബാക്ക് JK sir. വെൽക്കം ബാക്ക് JK. അനിയും കുട്ടാ, വെൽക്കം ബാക്ക്. നിന്റെ സെക്രട്ടറിനെ നിനക്ക് തന്നെ തന്നു. ഓക്കെ, എനിക്ക് തന്നെ വേണമെന്ന് വാശി പിടിച്ച വേറെ ഒന്നുമല്ല. ഞാൻ മാത്രം സഹിച്ചാൽ പോരെ? ഞാൻ തന്നെ വിളിച്ചു തന്നേ. ഏട്ടനും കൂടി സഹിക്കണ്ടല്ലോ. വെറുതെ പറയാ ജെനി, നീ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ. അതൊന്നും ഞാൻ കാര്യാക്കണില്ല ചായ. ഇച്ചായനോ? നീ എന്ന് മുതൽ എന്റെ ഇച്ചായ വിളിക്കാൻ തുടങ്ങി? എന്നോട് ചായൻ അങ്ങനെ വിളിക്കാനാ പറഞ്ഞതാ ഞാൻ അങ്ങനെ വിളിക്കണേ. നീ അങ്ങനെ വിളിക്കണ്ട, ഇത് ഓഫീസാണ്. ഓഫീസിൽ സാറിന് വിളിച്ചാൽ മതി. അവളങ്ങനെ വിളിച്ചോട്ടടാ, നിനക്കെന്താ ഇനി? പറ്റൂല പറ്റൂല പറ്റൂല. ഞാൻ വിളിക്കും വിളിക്കും വിളിക്കും. രണ്ടും വന്നു തുടങ്ങി. നീ നിന്റെ ക്യാബിനോട്ട് പോ. ജെനി എന്റെ കൂടെ ഒന്ന് സാധനം കൊടുത്തിട്ട് അവന്റെ ക്യാബിനിൽ പോയിരുന്നു. എന്താ ജെനി, നിന്റെ മൊയലിന് എന്തൊരു പോസസീവ്നെസ്സാ? അത് പണ്ട് മുതലേ അങ്ങനെ തന്നെ ചായ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കൊള്ളാം. ഇതെടുത്ത് വേഗം ചെന്നോ, അല്ലെങ്കിൽ അതിനാവും ഞാൻ അടുത്ത് കേൾക്കാം. അത് ശരിയാ, ഞാൻ പോട്ടെ. 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ആ ആക്സിഡന്റ് നടന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസും അതാരാന്ന് വരെ എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ സർ. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഇത് ഇങ്ങത് കളഞ്ഞിട്ടില്ലേ? ദേഷ്യത്തിലാണല്ലോ. എന്താ ഞാൻ നോക്കിക്കണം? ഇന്നത്തെ ഷെഡ്യൂൾ പറ. 10:30 ഒരു മീറ്റിംഗ് ഉണ്ട്, 11 കോൺഫറൻസ് ഉണ്ട്, ഈവനിങ് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഫയൽസ് നോക്കാനുണ്ട്. താൻ ക്യാബിനിലേക്ക് പോയിക്കോ. ഡെറിക്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതൊക്കെ പപ്പേൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ തീരുമാനിച്ചോ. എനിക്ക് അതിലൊന്നും പറയാനില്ല. എന്താ പപ്പ അവിടെ നടക്കുക? പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ ചേട്ടന്റെ കല്യാണം ഫിക്സ് ചെയ്താലോ എന്ന് ആലോചിക്കാം. നിന്റെ അഭിപ്രായം എന്താ? നല്ല കാര്യല്ലേ. പെണ്ണാരോ? എനിക്കറിയില്ലടാ. പപ്പയും മമ്മിയും ഫിക്സ് ചെയ്യുന്ന ഒരാളെ എനിക്ക് അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ആരെ കണ്ടുപിടിച്ചേ? അത് വേറെ ആരുമല്ലടാ, നിനക്കറിയും, യൂങ്കി അങ്കിളുടെ മോള് ജെനിഫർ ക്രിസ്റ്റി. വാട്ട്? പറ്റൂല, ഇതിന് ഞാൻ സമ്മതിക്കൂല. എന്താണ്, നിനക്ക് അവളെ ഇഷ്ടാണോ? ഞാൻ പറഞ്ഞാ പോരെ. എനിക്കൊന്നും കേൾക്കണ്ട. ജെനിഫർ ഏട്ടനായിട്ടുള്ള കല്യാണം ഇവിടെ നടക്കൂല, അത് ഞാൻ സമ്മതിക്കൂല. അല്ലെങ്കിലും പപ്പ, എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ അവളെ അനിയത്തിക്കുട്ടീനെ പോലെ കണ്ടിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ പെൺകുട്ടീനെ കണ്ടുപിടിക്കാം. എന്നിട്ട് ജെക്കേന്റെയും ജെനിന്റെയും പിന്നെ നിങ്ങളത് ഒരുമിച്ച് നടത്താം കല്യാണം. പപ്പ, ശരി പപ്പത്. അയ്യടാ, അവനെന്നാണ് നോക്കൂ പപ്പ. എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായില്ലേ? എല്ലാരും കഴിക്ക്. ഈ നേരത്തെ ഇപ്പൊ ഇത് ആരെയും മെസ്സേജ് അയക്കുന്ന? എന്തായാലും തുറന്നു നോക്കാം. ഓ, കോക്കാറ്റിയാണ് മെസ്സേജ് അയച്ചേ. തിരിച്ചു വിളിക്കാം.
ഹലോ കോക്കാച്ചി, എന്താ മെസ്സേജ് അയച്ച? സുഖല്ലേ നിനക്ക്? സുഖാണ് മാക്കാച്ചി. നിന്റെ വർത്താനം എന്താ? എന്ത് വർത്താനം? ഇവിടെ ഇപ്പൊ എനിക്ക് കല്യാണാലോചനയൊക്കെയാണ്. എന്ത് കല്യാണാലോചന? ആ അതെ, കല്യാണാലോചന. നീ എന്തേലും ഞെട്ടണ്? അല്ല, എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറയാനാ, പപ്പയ്ക്കും മമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ല, അതിപ്പോ എന്താ? എടാ മാക്കാച്ചി മരങ്ങോടാ, ഇത്രയും കാലം നിന്റെ ഒപ്പം നടന്നിട്ട് എന്റെ സ്നേഹം കാണാൻ നിനക്ക് വയ്യാലേ? അത് പിന്നെ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എടാ മാക്കാച്ചി, ഐ ലവ് യൂന്ന്. കോക്കാച്ചി നീ കളിക്കല്ലേ കേട്ടോ, സീരിയസ് ആണോ നീ? അതെ മാക്കാച്ചി, ചെറുപ്പം മുതലേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നീ ഇത്രയും കാലം എന്താ പറയാനേ? എനിക്ക് ഇന്ന് മനസ്സിലാവും നാളെ മനസ്സിലാവും വിചാരിച്ച് ഞാനിപ്പോ ഇവിടെ എത്തി. ഐ ലവ് യു ടു എടി കോക്കാച്ചി. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പപ്പേനോടും മമ്മേനോടും പറയാ? ഇന്നും കൂടി അവർ ചോദിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇല്ലാന്നും പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട, ഞാൻ നിന്നെ കിട്ടുള്ളൂ. ഇനി നിന്നെ കിട്ടാൻ പറ്റില്ല വെച്ചാൽ നിന്നെ നിന്റെ ഭാര്യനും കൊന്ന് ഞാൻ ജയിലിൽ പോകും. കോക്കാച്ചി നീ അങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ ശരിയടാ മാക്കാച്ചി, ഗുഡ് നൈറ്റ്. ഭർത്താവേ, ഇതിപ്പോ ഞാൻ ചെറുത്താൻ്റെയും കടലിന്റെയും നടുവിലായല്ലോ. അമ്മയും പപ്പയും കെട്ടാനിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടിയിലാവും.